ഒരിടത്ത് ജ്ഞാനിയായ ഒരു ഗുരുവും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനും താമസിച്ചിരുന്നു. ആ ശിഷ്യൻ എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും പരാതി പറയുന്ന, എപ്പോഴും സങ്കടപ്പെട്ടിരുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും അവന് വലിയ ഭാരമായി തോന്നി. ശിഷ്യന്റെ ഈ സ്വഭാവം മാറ്റാൻ ഗുരു ഒരു വഴി കണ്ടെത്തി. ഒരു ദിവസം രാവിലെ അദ്ദേഹം ശിഷ്യനെ വിളിച്ച് ഒരു പിടി ഉപ്പ് എടുത്തു കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ ഉപ്പ് കൊണ്ടുവന്നു. ഗുരു അവനോട് പറഞ്ഞു, ഈ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അത് കുടിക്കുക. ശിഷ്യൻ അപ്രകാരം ചെയ്തു. കടുത്ത ഉപ്പുരസമുള്ള ആ വെള്ളം കുടിച്ച ഉടനെ അവൻ മുഖം ചുളിച്ചുകൊണ്ട് അത് തുപ്പിക്കളഞ്ഞു. ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അതിന്റെ രുചി? ഭയങ്കര കയ്പും ഉപ്പും, കുടിക്കാൻ ഒട്ടും കൊള്ളില്ല, ശിഷ്യൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഗുരു ചെറുപുഞ്ചിരിയോടെ ശിഷ്യനെ അടുത്തുള്ള മനോഹരമായ ഒരു തടാകക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് മറ്റൊരു പിടി ഉപ്പ് കൂടെ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഗുരു പറഞ്ഞു, ഇനി ഈ ഉപ്പ് തടാകത്തിലെ വെള്ളത്തിലേക്ക് ഇടുക. ശിഷ്യൻ ഉപ്പ് തടാകത്തിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. അതിനുശേഷം ഗുരു അവനോട് പറഞ്ഞു, ഇനി ഈ തടാകത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കുടിക്കൂ. ശിഷ്യൻ തടാകത്തിലെ വെള്ളം കോരി കുടിച്ചു. ഗുരു വീണ്ടും ചോദിച്ചു, ഇപ്പോൾ ഇതിന്റെ രുചി എങ്ങനെയുണ്ട്? ഇതിൽ ഉപ്പുരസം തോന്നുന്നുണ്ടോ? ശിഷ്യൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇല്ല ഗുരു, ഇത് നല്ല മധുരമുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ്, ഉപ്പിന്റെ ചുവ ഒട്ടുമില്ല. ഗുരു ശിഷ്യന്റെ അരികിലിരുന്ന് അവന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രതിസന്ധികളും ഈ ഉപ്പ് പോലെയാണ്. അതിന്റെ അളവ് എപ്പോഴും ഒന്നു തന്നെയായിരിക്കും. എന്നാൽ ആ സങ്കടം നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു എന്നത് നമ്മൾ അതിനെ ഉൾക്കൊള്ളുവാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കും. ഗുരുവിന്റെ വാക്കിലെ അർത്ഥം മനസ്സിലാക്കിയ ശിഷ്യൻ അന്നു മുതൽ പരാതി പറയുന്ന ശീലം ഉപേക്ഷിക്കുകയും എന്തിനേയും വിശാല മനസ്സോടെ നേരിടാൻ പഠിക്കുകയും ചെയ്തു.